വേനലിൽ നീറുമ്പോഴും നിളയുടെ തീരങ്ങൾ ഐതിഹ്യപെരുമ കൊണ്ട് സമൃദ്ധമാണ്. പറയിപെറ്റ പന്തിരുകുലത്തിലെ സംസ്കാരവും താഴ്വഴികളും ഇന്നും നിളാതീരത്തെ തിരുശേഷിപ്പുകളാണ്. ഇതിൽ പ്രധാനം പാക്കനാർ ക്ഷേത്രവും പാക്കനാർ നട്ടുപിടിപ്പിച്ചെന്ന് കരുതുന്ന കാഞ്ഞിരമരവുമാണ്. ധനം ആപത്താവുന്ന സാഹചര്യം അനുഭവസാക്ഷ്യത്തിലൂടെ വ്യാഖ്യാനിക്കുന്ന പഴമൊഴി കഥകളിൽ പ്രമുഖനാണ് പാക്കനാർ. പാക്കനാർ നട്ടുപിടിപ്പിച്ചതായി കരുതുന്ന കാഞ്ഞിരമരം ഇന്നും തൃത്താല കുറ്റിപ്പുറം വഴിയോരത്ത് വെള്ളിയാങ്കല്ല് റെഗുലേറ്ററിന്റെ അടുത്തായി തല ഉയർത്തി നിൽക്കുന്നു. സാധാരണ കാഞ്ഞിരങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പാക്കനാർ നട്ടുപിടിപ്പിച്ച ഈ കാഞ്ഞിരത്തിന് കയ്പില്ല. ഈരാറ്റിങ്ങൽ കോളനിയിൽ പാക്കനാർ ക്ഷേത്രവും അതിനടുത്ത് പാക്കനാരുടെ പിൻതലമുറക്കാരായ 18 കുടുംബങ്ങളും താമസിക്കുന്നു. പാക്കനാരുടെ സ്മരണ പുതുക്കി ഇന്നും ഓരോ തലമുറയിലെയും ഓരോ കുട്ടിക്ക് പാക്കൻ എന്ന് പേരിട്ട് വരുന്നു. 7 ഭാഗങ്ങളടങ്ങിയ പാക്കനാർ പാട്ട് എന്ന ചെന്തമിഴ് പാട്ട് അഥവാ കളമെഴുത്ത് പാട്ടിന്റെ കർത്താവാണ് പാക്കനാർ. തൃത്താലയ്ക്കടുത്തുള്ള ഈരാറ്റിങ്ങൽ കോളനിയിലാണ് പന്തീരകുലത്തിലെ രണ്ടാമനായ പാക്കനാർ താമസിച്ചിരുന്നതായി വിശ്വസിക്കുന്നത്. പറയ കുടുംബത്തിൽ വളർന്ന പാക്കനാർ കുലാചാരപ്രകാരമുള്ള മുറമുണ്ടാക്കുന്ന തൊഴിലാണ് ചെയ്തിരുന്നത്. പക്ഷേ ഒരു ദിവസം ഒരു മുറ മാത്രമേ കാശിന് വിറ്റിരുന്നുള്ളൂ എന്നും ബാക്കിയൊക്കെ സേവനമായി വെറുതെ നൽകിയിരുന്നുവെന്നും പറയപ്പെടുന്നു. ഒരു ദിവസം മുള വെട്ടിക്കൊണ്ടിരിക്കെ സ്വർണ്ണ നാണയങ്ങൾ കിട്ടിയ പാക്കനാർ ആളെക്കൊല്ലി എന്ന് പറഞ്ഞ് അതെടുക്കാതെ ഓടിപ്പോയത്രേ. ഇത് കേട്ടുവന്ന 2 സുഹൃത്തുക്കൾ മുഴുവൻ സ്വർണവും കൈക്കലാക്കാൻ അന്യോന്യം വിഷം കൊടുത്തു കൊന്നുവെന്നും പറയപ്പെടുന്നു. അങ്ങനെ പാക്കനാരുടെ ജീവിതത്തിൽ നിന്നും ഒരുപാട് ഗുണപാഠങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഉദ്ദിഷ്ടകാര്യസിദ്ധിയാണ് പാക്കനാർ ക്ഷേത്രത്തെ ഇപ്പോൾ പ്രസിദ്ധമാക്കുന്നത്. ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ക്ഷേത്രത്തിൽ വൻ ഭക്തജന തിരക്കാണുള്ളത്. ജിമേഷ് പൂതേരി, ന്യൂസ് ഡെസ്ക്.